Good morning, students. Welcome to today's class. Today we are discussing about finite field of the form Galois field of 2 raised to n. So we have already discussed Galois field of 2. അതായത് Galois field of p. അതായത് 2 എന്ന് വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ദാറ്റ് ഇസ് n ഈക്വൽ ടു 1 വരുന്ന കേസ്. ഇനി ഫൈനൈറ്റ് അതിൻ്റെ അത്തമാറ്റിക് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ സബ്സ്ട്രാക്ഷൻ ഡിവിഷൻ ഒക്കെ ചെയ്തു. Now finite field of the form Galois field 2 raised to n ആണ് next topic. So similar to using the field Galois field of P, the Galois field 2 raised to n has 2 raised to n elements. But Galois field of P അല്ലെങ്കിൽ Galois field of 2, ഓക്കെ 2 റേസ് ടു അത് n ഈക്വൽ ടു 1 ആകുമ്പോൾ ഗാലോയിസ് ഫീൽഡ് ഓഫ് പി എന്നുള്ളത് നമുക്ക് പി റേസ് ടു എൻ പറഞ്ഞത്. സോ n ഈക്വൽ ടു 1 ആണ് കേസിൽ ഗാലോയിസ് ഫീൽഡ് ഓഫ് പി ആണ് നമുക്ക് പഠിക്കാറുള്ളത്. സോ ഗാലോയിസ് ഫീൽഡ് ഓഫ് പി അറിയുമ്പോൾ ഇറ്റ്സ് എ സെറ്റ് ഓഫ് അപ്പോൾ പി നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഗാലോയിസ് ഫീൽഡ് ഓഫ് 2 റേസ് ടു n എന്ന് പറയുമ്പോൾ വി ഹാവ് 2 റേസ് ടു n നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ ദ എലമെന്റ്സ് ഇൻ ദിസ് സെറ്റ് ആർ n ബിറ്റ് വേർഡ്സ് ഫോർ n ഈക്വൽ ടു 3. ഓക്കെ n ബിറ്റ് വേർഡ് ആയിരിക്കും എലമെന്റ്സ് പറയുമ്പോൾ n ബിറ്റ് വേർഡ് ആയിരിക്കും. സോ എന്നിന്റെ വാല്യൂസ് എടുക്കുന്നതിനനുസരിച്ചാണ് എലമെന്റ്സ് എടുക്കുക. കാരണം ടൂവിന്റെ പവർ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ ബൈനറി നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിലും ടൂവിന്റെ പവേഴ്സ് ആയതുകൊണ്ട് നമ്മൾ n ബിറ്റിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ വെൻ n ഈക്വൽ ടു 3, എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ വി ഹാവ് 3 ബിറ്റ് വാല്യൂസ്. 3 ബിറ്റ് വാല്യൂസ് ഉണ്ടാവും. എന്നിന്റെ വാല്യൂ 4 ആണെങ്കിൽ വി ഹാവ് 4 ബിറ്റ് വാല്യൂ. കാരണം 2 റേസ് ടു n ആയതുകൊണ്ട് നമ്മൾ ആ ബൈനറി ഫോമാറ്റിലോട്ടാണ് പോകുന്നത്. സോ എന്നിന്റെ വാല്യൂ 2 ആവുമ്പോൾ we have 2 bit values, that is 0 0 0 1 1 0 1 1, and the number of elements is 2 raised to 2, that is 4 0 0 0 1 1 0 1 1. When n equal to 3, the number of bit is 3 and the number of elements is 2 raised to 3, that is 8, that is 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1 1. Okay, now for n equal to 4, the number of bits is 4, then 2 raised to 4, there is 14 സെറ്റ് ഓഫ് എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ സോ അത് 0 0 0 0 മുതൽ 1 1 1 1 വരെയായിരുന്നു. ഓക്കെ സോ അതാണ് ഗാലോയിസ് ഫീൽഡ് ഓഫ് 2 റേസ് ടു എന്നിന്റെ പ്രത്യേകത. ഓക്കെ എ സെറ്റ് ഓഫ് n ബിറ്റ് വേർഡ്സ് ദാറ്റ് ഈസ് n ബിറ്റ്സ്. ഓക്കെ n ഈക്വൽ ടു 3 ആണെങ്കിൽ 3 ബിറ്റ് വേർഡ്സ് ആയിരിക്കും. നമ്പർ ഓഫ് വേർഡ്സ് 2 റേസ് ടു n ആയിരിക്കും. ദാറ്റ് ഈസ് 8 ബിറ്റ്സ് വെൻ ഇൻ ദ കേസ് ഓഫ് n ഈക്വൽ ടു 3. Okay, a set of n bit words, a new operation that satisfies the properties of a field are defined. The polynomials representing these n bit words are use two field, that is Galois field of 2 and Galois field of 2 raised to n. Okay, ഇവിടെ നമ്മൾ പറഞ്ഞു Galois field of 2 raised to n ആ പറയുന്നത്. ഇത് രണ്ട് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. Galois field of 2 raised to n means Galois field of 2 and Galois field of 2 raised to n. അപ്പോൾ രണ്ട് ഓപ്പറേഷൻസ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ സോ അഡീഷൻ ഓഫ് ടു പോളിനോമിയൽസ് വിത്തിൻ ദിസ് ഫീൽഡ് നെവർ ഗ്രേറ്റർ എ പോളിനോമിയൽ ഔട്ട് ഓഫ് ദി സെറ്റ്, but multiplication of two polynomials may create a polynomial with the degrees more than n minus 1, right? So in Galois field of p ന്റെ കേസിൽ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വിത്തിൻ ദ സെറ്റ് തന്നെ വരുന്നുണ്ട്, റൈറ്റ്? പക്ഷേ ഗാലോയിസ് ഫീൽഡ് ഓഫ് 2 റേസ് ടു എൻ്റെ കേസിൽ അഡീഷൻ ഈക്വൽ ടു സബ്സ്ട്രാക്ഷൻ ആണ്. പക്ഷേ അഡീഷനും സബ്സ്ട്രാക്ഷനും ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡീഷൻ ചെയ്താൽ സബ്സ്ട്രാക്ഷൻ ചെയ്താൽ സെയിം വാല്യൂ ആണ്. സോ അഡീഷനും സബ്സ്ട്രാക്ഷനും അതിൻ്റെ രണ്ട് പോളിനോമിയൽ എടുത്താൽ ഈ ഗാലോയിസ് ഫീൽഡ് 2 റേസ് ടു n എന്നുള്ളതിന് രണ്ട് പോളിനോമിയൽസ്, ഈ ഒരു എലമെന്റ്സ് രണ്ട് പോളിനോമിയൽസ് എടുത്താൽ അതിൻ്റെ റിസൾട്ട് വിൽ ബി ആൾസോ ഇൻ ദാറ്റ് പോളിനോമിയൽ. പക്ഷേ ഇൻ കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷന് അതിനകത്തല്ല വരിക. കാരണം നമ്മുടെ n-1 ആണ് നമ്മുടെ, ഓക്കെ 2 റേസ് ടു n ആവുമ്പോൾ n-1 ആവും പോളിനോമിയലിന്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ, റൈറ്റ്? ലാസ്റ്റ് കോൺസ്റ്റന്റ്, അതായത് 2 റേസ് ടു n ആകുമ്പോൾ 2 റേസ് ടു n വാല്യൂസ് ഉണ്ടാവും. 2 റേസ് ടു 3 ആവുമ്പോൾ 8 വാല്യൂസ് ഉണ്ടാവും. അതിന്റെ ലാസ്റ്റ് വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ഫസ്റ്റ് വാല്യൂ എക്സ് റേസ് ടു 7 ആയിരിക്കും. ദാറ്റ് ഈസ് n-1ന്റെ പവർ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. സോ നമ്മൾ മാഡ് ചെയ്യുമ്പോൾ n-1ന്റെ താഴെ ആയിരിക്കും അതിന്റെ റിസൾട്ട് വരുന്നത്, അല്ലെങ്കിൽ ഈക്വൽ ടു n-1 ആയിരിക്കും. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഈ n-1 എന്നുള്ള പവറിന്റെ മുകളിൽ പോകും, അതായത് ഔട്ട് ഓഫ് ദ സെറ്റ് പോകും. ഓക്കെ ദാറ്റ് ഈസ് ഗാലോയിസ് ഫീൽഡ് ഓഫ് 2 റേസ് ടു n-ന്റെ പുറത്തായിരിക്കും അതിന്റെ റിസൾട്ട്, അതായത് എക്സ് റേസ് ടു n-1ലേറെ മുകളിലുള്ള ഒരു വാല്യൂ കിട്ടും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ, right? So hence we need to divide the result by a modulus and keep only the remainder. Okay, ഇനി അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെന്ത് ചെയ്യണം, ഈ കിട്ടുന്ന പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ അത് പറഞ്ഞാൽ n-1ലേറെ കൂടുതലായിട്ടുള്ള പവർ ആയിരിക്കും. അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ മോഡുലസ് കാണണം. ആ മോഡുലസ് കാണുന്ന റിസൾട്ടിന്റെ റിമൈൻഡർ ആണ് നമ്മൾ എടുക്കുക. സോ മോഡുലസിന്റെ റിസൾട്ട് പറയുമ്പോൾ റിമൈൻഡർ ആയിരിക്കും. സോ മോഡുലസ് കണ്ടിട്ട്
അതിന്റെ റിമൈൻഡർ ആണ് നമ്മൾ റിസൾട്ട് ആയിരിക്കുന്നത്. ഫോർ ദ സെറ്റ് ഓഫ് പോളിനോമിയൽസ് ഇൻ ഗാലോയ്സ് ഫീൽഡ് ഓഫ് 2 raised n, എ ഗ്രൂപ്പ് ഓഫ് പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി n is defined as a modulus. The modulus act as a prime polynomial or a reducible polynomial. ഓക്കെ, ഒരു ഗാലോയ്സ് ഫീൽഡ് ഓഫ് 2 raised to n എന്നുള്ളതിനെ ഒരു ഗ്രൂപ്പ് ഓഫ് പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി n നമുക്ക് ഡിഫൈൻ ചെയ്യണം മോഡുലസിനകത്ത്. ഇനി ഗ്രൂപ്പ് ഓഫ് പോളിനോമിയൽസ് ഇല്ലെങ്കിൽ ദാറ്റ്സ് കാൾഡ് പ്രൈം പോളിനോമിയൽ. ഞാൻ പറഞ്ഞിട്ടുണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത പോളിനോമിയൽസ് ഗാലോയ്സ് ഫീൽഡ് ഓഫ് 2 raised to n-ലും ഉണ്ടാവും. ആ പോളിനോമിയൽസിനാണ് പ്രൈം പോളിനോമിയൽസ് അല്ലെങ്കിൽ റെഡ്യൂസിബിൾ പോളിനോമിയൽസ് എന്ന് പറയാം. Okay, the number of terms in a irreducible polynomials odd number of terms ആയിരിക്കും irreducible polynomials ഉണ്ടാവുന്നത്. For each degree there can be more than one irreducible polynomial. Hence, along with the defining Galois field of 2 raised to n, the irreducible polynomial used as modulus should be declared. Okay, അപ്പോൾ നമ്മൾ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ പറയുന്നതിനോട് കൂടെ തന്നെ നമുക്ക് ഏതൊക്കെയാണ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയാം. ഓക്കെ, അതായത് ഓരോ ഡിഗ്രിക്കും വരുന്ന ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. സോ ഫസ്റ്റ് ഡിഗ്രി 1-ന് വരുന്ന ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് എക്സും എക്സ് പ്ലസ് 1-ഉം. ഡിഗ്രി 2-ൽ വരുന്ന പോളിനോമിയലാണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഡിഗ്രി 3-ൽ വരുന്നതാണ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആൻഡ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1. രണ്ട് പോളിനോമിയൽസ് വരുന്നുണ്ട്, പ്രൈം പോളിനോമിയലായിട്ട് അല്ലെങ്കിൽ റെഡ്യൂസിബിൾ പോളിനോമിയലായിട്ട്. ദെൻ ഡിഗ്രി 4 വരുന്നതാണ് എക്സ് റേസ് ടു 4 plus x cube plus x square plus x plus 1 and x raised to 4 plus x cube plus 1 and x raised to 4 plus x plus 1. Okay, then x raised 5-ന്റെ ഡിഗ്രി 5 വരുമ്പോൾ ഉണ്ടാവുന്ന പോളിനോമിയലാണ് this, that is x raised to 5 plus x square plus 1, x raised to 5 plus x cube plus x square plus x plus 1, x raised to 5 plus x raised to 4, x raised to 3 plus x plus 1, x raised to 5 plus x raised to 4 plus x cube plus x square plus 1, and last x raised to 5 plus x raised to 4 plus x square plus x plus 1. These are the reducible polynomials of different degrees. Okay, now addition of two polynomials are next പറയുന്നത്. Add the coefficient of the corresponding terms. Adding two polynomials of degree n minus 1 always creates a polynomial within the degree n minus 1. Hence, no need to reduce the result using modulus. Modulus use ചെയ്തിട്ട് result reduce ചെയ്യേണ്ട ആവശ്യമില്ല. So this is the two polynomials, that is x square plus x raised to 5 plus x square plus x plus ഇത് രണ്ടും ആഡ് ചെയ്യാനാണ്, അതാണ് വലിയ പ്ലസ് കൊടുത്തത്. ദെൻ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1. അഡീഷനും സബ്സ്ട്രാക്ഷനും സെയിം വാല്യൂ കിട്ടുന്നത് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് ആഡ് ചെയ്യാം. സോ ഗാലോയ്സ് ഫീൽഡ് ഓഫ് 2 raised to 8 ആണ്. സോ ഗാലോയ്സ് ഫീൽഡ് ഓഫ് 2 raised to 8 ആകുമ്പോൾ ഇതിന്റെ മാക്സിമം പവർ വിൽ ബി n minus 1, ദാറ്റ് ഈസ് 7 ആയിരിക്കും മാക്സിമം പവർ. സോ ഇത് വെറുതെ പവർ കിട്ടിയെന്നേ ഉള്ളൂ, അത് നോർമലി ഇങ്ങനെ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് 0x raised to 7, 0x raised to 6 കോഎഫിഷ്യൻസ് ആണല്ലോ ആഡ് ചെയ്യുന്നത്. സോ x raised to 5 മുതൽ നോക്കിയാൽ മതി. സോ x raised to 5 മുതലുള്ളതിന്റെ കോഎഫിഷ്യൻസ് 0 ഇട്ട് കൊടുക്കുക. x raised to 5 plus x raised to 4 here 0 plus x raised to 3 0 plus x square plus x plus 1 ഇല്ല, കോൺസ്റ്റന്റ് ഇല്ല, so there is 0. then next x cube, so ഇതിന്റെ നേരെ താഴെ ഇതാ x cube plus x square plus x ഇല്ല, so 0 plus 1. okay, ഇനി രണ്ട് ആഡ് ചെയ്യുക. 1 plus 0 will be 1. ഇവിടെ 1 ആണ് കോഎഫിഷ്യന്റ്, this is 0. 1 plus 0 will be 1, so that is x here. then 1 plus 1 will be 0, so x square എന്നുള്ള term 0 ആയി പോകും. then 1 plus 0, that will be 1, so we have x cube here. okay, then next last one x raised to 5, ബാക്കിയൊക്കെ 0 ആണ്. x raised to 5 ഇവിടെ 0 ആയിരിക്കും വരിക, so we have x raised to 5 here. so the answer is x raised to 5 plus x cube plus x plus 1, x raised to 5 plus x cube plus x plus 1 ആണ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് കിട്ടുന്നത്. സോ ഇതിന്റെ ബൈനറിയിലോട്ട് മാറ്റുമ്പോൾ നമ്മുടെ മാക്സിമം പവർ വിൽ ബി x raised to n minus 1, that is x raised to 7. so here x raised to 7 0 ആണ്, so അതിന്റെ കോഎഫിഷ്യന്റ് 0 എന്ന് കൊടുക്കുന്നു. x raised to 6 will be 0, so it's also 0. then x raised to 5 ന്റെ കോഎഫിഷ്യന്റ് it is 1, that is 1. then x raised to 4 ന്റെ കോഎഫിഷ്യന്റ് 0, so that is 0. ബൈനറി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. x raised to 3 ന്റെ കോഎഫിഷ്യന്റ് 1, so that is 1. then x raised to 2 ന്റെ coefficient is 0, so that is 0 here. then x plus 1, so then the coefficient x raised to 0 in x raised to 1 the coefficient 1 also 1 1. so this is the corresponding binary. okay, additive inverse എന്താണ്? zero polynomial. okay, the additive identity in a polynomial is a zero polynomial. additive identity എന്ന് പറയുമ്പോൾ സീറോ പോളിനോമിയൽ ഐഡന്റിറ്റി പറയുമ്പോൾ സെയിം വരണം. അതായത് ഒരു പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ അതിന്റെ additive identity പറയുമ്പോൾ അത് സെയിം വരണം. ദാറ്റ് ഈസ് പ്ലസ് 0 എന്ന് കൊടുത്താൽ സെയിം വരും.
ഓക്കെ, അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ 0 വരണം. സോ അതിന്റെ ആ ഒരു പോളിനോമിയൽ തന്നെ ആയിരിക്കും അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ പോളിനോമിയൽ വിത്ത് കോഎഫിഷ്യന്റ് carries field of 2 is the polynomial itself. Addition and subtraction operation of the same operation ആയതുകൊണ്ട് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 0 കിട്ടണമെങ്കിൽ ആ പോളിനോമിയൽ തന്നെ ആയിരിക്കും അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. ദെൻ നെക്സ്റ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, ഗ്രേറ്റർ വരും. n-1 ഗ്രേറ്റർ വരുമ്പോൾ അതിന്റെ മോഡുലസ് എടുത്താൽ മതി. സോ നമ്മൾ മൂവ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റിസൾട്ട് ഓഫ് x raised to 5 plus x square plus x into x raised to 7 plus x raised to 4 plus x cube plus x square plus x. ഇത് രണ്ടും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനാണ്. സോ ഞാൻ ഇങ്ങനെ എഴുതി, ഓക്കെ, ഹയർ പവറിൽ എഴുതി. ഇൻ ഗാലോയ്സ് ഫീൽഡ് ഓഫ് 2 raised to 8 ആണ്. സോ ദ മാക്സിമം പവർ is 7 വിത്ത് എ റെഡ്യൂസിബിൾ പോളിനോമിയൽ. ഓക്കെ, നമുക്ക് റെഡ്യൂസിബിൾ പോളിനോമിയൽ ഉണ്ട്. ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ദിസ് ഇസ് ദ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. ഇറഡ്യൂസിബിൾ പോളിനോമിയലും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മോഡുലസ് കാണേണ്ടത്. ഏതൊരിതിനും ഇറഡ്യൂസിബിൾ പോളിനോമിയൽ വെച്ചിട്ടാണ് നമ്മൾ മോഡുലസ് കാണേണ്ടത്. എന്നിട്ടുള്ള ആ റിസൾട്ട് ആണ് നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷന്റെ റിസൾട്ട് ആയി എടുക്കുന്നത്. സോ ദിസ് ഇസ് ദ റെഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ദിസ് കേസ്. ഓക്കെ, സോ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ കണ്ടിട്ട് ആൻസർ ആയിട്ട് ഇതിനെ മോഡുലസ് ചെയ്താൽ മതി. സോ ദിസ് ഇസ് ദ മൾട്ടിപ്ലിക്കേഷൻ. ദെൻ ഫസ്റ്റ് ടേം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ, നമ്മൾ ഓൾറെഡി പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് okay പറയുന്നേ ഉള്ളൂ. x into x, that is x square, x into x square, that is x cube, x into x cube, that is x raised to 4, x into x raised to 4, that is x raised to 5, x into x raised to 7, that is x raised to 8. പവേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക ചെയ്യുന്നത്. then x square ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. x square into x is x cube. x cube ആവുമ്പോൾ നേരെ x cubeന്റെ താഴെ കൊണ്ട് എഴുതുക. ഓക്കെ, x raised to 4, x raised to 5, x raised to 6 and x raised to 9. Okay, 7 plus 2 is 9, 4 plus 2 is 6. Okay, അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ മൾട്ടിപ്ലൈ. then last one is x raised to 5. x raised to 5 plus x is x raised to 6. x raised to 6ന്റെ താഴെ എഴുതാം, പക്ഷേ ഇവിടെ ക്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതിയാണ് x raised to 6, x raised to 7, x raised to 8, x raised to 9 and x raised to 7 plus x raised to 5, that is x raised to 12. Okay, ഇനി ഇതെല്ലാം ആഡ് ചെയ്യണം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തു, ഇനി ആഡ് ചെയ്യണം. എക്സ് സ്ക്വയറിന് ഒരു പവറും ഇല്ല. സോ വി ഹാവ് എക്സ് സ്ക്വയർ ഹിയർ. സോ ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ഒന്ന് നോക്കിയാൽ മതി. എക്സ് സ്ക്വയറിന് ഇവിടെ താഴെയൊന്നുമില്ല. സോ എക്സ് സ്ക്വയർ നമ്മൾ എഴുതി, ദാറ്റ് ഇസ് 1 plus 0 ആണ്. സോ എക്സ് സ്ക്വയർ ഹിയർ. then x cube 1 plus 1, that is 0. so x cube will be vanished. then x raised to 4 എന്ന് പറയുമ്പോൾ 1 plus 1, that is 0. so x raised to 4 is also vanished. x raised to 5 എന്ന് പറയുമ്പോൾ 1 plus 1, that is 0. so it's also removed. x raised to 6, ഇവിടെ ഉണ്ട് x raised to 6 and ഇവിടെ ഉണ്ട് x raised to 6, so that also will become 0. then x raised to 7, ഈ ഒരു റോൾ x raised 7 ഉണ്ട്. ഓക്കെ, ഇവിടെ ഒന്നും x raised 7 ഇല്ല. so ഒരു x raised 7 ഉള്ളൂ. so it will be written here x raised to 7. then x raised to 8, x raised to 8, ഇവിടെ x raised to 8 ഉണ്ട്. and also here also x raised to 8, so x raised to 8 plus x raised to 8 we get 0. then x raised to 9, so 2x raised to 9 ഉണ്ട്. so x raised to 9 plus x raised to 9 will become 0. x raised to 10 ഇല്ല. പിന്നെ വരുന്നില്ല, ആകെ വരുന്ന x raised to 12 ആണ്. so this will be answer. x raised to 12 plus x raised to 7 plus x square. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. അപ്പോൾ നമുക്ക് പവർ നോക്കുകയാണെങ്കിൽ n-1 കൂടുതൽ. ഇവിടെ n-1 എന്ന് പറഞ്ഞാൽ 7 ആണ്, ഇവിടുത്തെ പവർ 12 ആണ്. സോ നമ്മൾ മോഡുലസ് എടുക്കണം ബൈ യൂസിങ് റെഡ്യൂസിബിൾ പോളിനോമിയൽ. സോ x raised to 12 plus x raised to 7 plus 12 x square mod this irreducible value. so that is a divided by b എന്നുള്ള ഫോർമാറ്റിൽ. ഓക്കെ, സോ മോഡുലസ് എടുക്കാനാണ് ഡിവൈഡ് ചെയ്യാണ്. ദിസ് ഇസ് എ ടേം ആൻഡ് ദിസ് ഇസ് ബി ടേം. ഓക്കെ, ബി ടേം പുറത്തെടുത്തു ആൻഡ് എ ടേം എ ഡിവൈഡ് ബൈ ബി എന്നുള്ള ഫോർമാറ്റിൽ ചെയ്യാം. സോ x raised to 8 ഈ ഒരു സംഭവം ഡിവൈഡ് ചെയ്യാണ്. സോ x raised to 12 divided by x raised to 8 we get x raised to 4. so x raised to 4 എന്ന് ഇവിടെ എഴുതി. ഇനി x raised to 4 എല്ലാം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. so x raised to 4 into x raised to 8 we get x raised to 12. then x raised to 8, then x raised to 7, x raised to 5 and x raised to 4. ഓക്കെ, ഇനി ഇതിനെ രണ്ടും കൂടി സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. x raised to 0 here, x raised to 7, x raised to 7. Okay, whatever x raised to 7 and also here is also x raised to 7, it will be 0. x raised to 8 ഇത് മാത്രമേ ഉള്ളൂ. സോ അത് എടുത്ത് എഴുതി, ഇവിടുത്തെ എഴുതി. then x raised to 5, power increasing decreasing order of power ആണ് എഴുതുന്നത്. then x raised to 4, last x square. Okay, ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യണം. x raised to 8 divided by x raised to 8, so that will be 1. so 1 here. 1 into ഈ ടേം മൊത്തം ചെയ്യാം. so 1 into this term is
x raised to 8 plus x raised to 4 plus x cube plus x plus 1. That is subtract here. This will be 0. X raised to 5 here. X raised to 4 0 x cube plus x square plus x plus 1. So this is the final answer. So the power is less than n minus 1. So this is x raised to 5 plus x cube plus x square plus x plus 1. Then multiplicative identity. Multiplicative identity will be 0, 0, 1. 1 ആയിരിക്കും multiplicative identity. Okay, it's always 1. Then multiplicative inverse. Okay, extended Euclidean algorithm use ചെയ്തിട്ട് നമുക്ക് multiplicative inverse കാണാം. So നമ്മൾ ഇന്റിജേഴ്സിൽ കാണുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. നമ്മൾ ഇന്റിജേഴ്സിൽ എങ്ങനെയാണ് multiplicative inverse കണ്ടു. T1 വാല്യൂ ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് പോളിനോമിയൽ കേസിലും വരുന്നത്. സോ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ബൈ യൂസിങ് എക്സ്റ്റൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം വെച്ച് കാണാൻ നോക്കാം. ഓക്കെ, ഇൻ കാലോയ്സ് ഫിൽ 2 raised to 4 ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 മോഡ്യൂളോ എക്സ് raised to 4 plus 1. ഇതിന്റെ ഇൻവേഴ്സ് കാണണം. സോ ഇൻവേഴ്സ് കാണാൻ വേണ്ടി നമുക്ക് T1 വാല്യൂ ആണ് ലാസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇൻവേഴ്സ് കാണാൻ. സോ ഇൻവേഴ്സ് കാണാൻ എന്ത് ചെയ്യണം, ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ ഫസ്റ്റ് നമ്മൾ എഴുതിയിരുന്ന Q, then R1, R2, R, then T1, T2, T. ഇതായിരുന്നു ടേബിള്. സോ ഫസ്റ്റ് നമ്മൾ R1 ആണ് ഫിൽ ചെയ്യേണ്ടത്. R1 നമ്മൾ ഗ്രേറ്റസ്റ്റ് നമ്പറേയും കൊടുത്തിരുന്നു. സോ ഇതിൽ ഗ്രേറ്റസ്റ്റ് പവർ ഉള്ള പോളിനോമിയൽ എടുക്കാം. സോ ദിസ് ഇസ് R1 എഴുതി. R2 എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് പവർ പോളിനോമിയൽ, ദാറ്റ് ഈസ് x2. ഓക്കെ, x സ്ക്വയർ ബൈ x സ്ക്വയർ പ്ലസ് 1. സോ R1, R2 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതി. ദെൻ R നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് ക്വേഷ്യന്റ്. ഇത് രണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ക്വേഷ്യന്റ് വഴി റിമൈൻഡർ വഴി കൊടുക്കും. ഇനി T1 T2 ഇനീഷ്യൽ വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. T1 ഇനീഷ്യൽ വാല്യൂ വിൽ ബി 0 ആൻഡ് T2 ഇനീഷ്യൽ വാല്യൂ വിൽ ബി 1. ഓക്കെ, ദെൻ ന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് T is equal to T1 minus Q T2 നമ്മൾ പഠിച്ചിരുന്നു. T equal to T1 minus Q T2. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് T കാണാം. ഓക്കെ, ഇനി x raised to 4 plus 1 divided by x square plus 1. ഓക്കെ, അതിനെ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് x raised to 4 plus 1 divided by x square plus 1. ഡിവൈഡ് ചെയ്യുമ്പോൾ x raised to 4 divided by x square, we get x square here. x square നെ ഈ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x raised to 4 plus x square എന്ന് കിട്ടും. So we have x square plus x plus 1. Then divide this by this. Okay, x square divided by x square, we get 1 here. So plus 1. Then 1 into this term, that is x square plus 1. Then to subtract ചെയ്യുമ്പോൾ we get x here. Okay, 1 mod 1 is 0. Modulus ആയിട്ട് ഇവിടെ ചെയ്യാം. Modulo 2 addition ആണ്. Okay, 1 plus 1 is 0. So 0. So we have, sorry, ഇവിടെ നമ്മൾ സബ്സ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ we get the value x. So നമുക്ക് ക്വേഷ്യന്റ് x square plus 1 കിട്ടി, റിമൈൻഡർ ആസ് x എന്ന് കിട്ടി. സോ ആ സ്റ്റെപ്പിൽ നമുക്ക് എന്താ ചെയ്യാം, ക്വേഷ്യന്റ് x square plus 1, റിമൈൻഡർ നമുക്ക് കിട്ടിയത് x ഉം. ഇനി നമുക്ക് t കാണാനുള്ള ഇക്വേഷൻ എന്താ, ഓക്കെ, Q minus T1 minus Q T2 ആണ്. ഇവിടെ T1 എന്നുള്ളത് ഓൾറെഡി 0 ആണ്. സോ 0 minus Q into T2. സോ Q എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ x square plus 1 into T2 എന്ന 1. സോ x square plus 1 into 1, that is minus x square minus 1. So ഇവിടെ നെഗറ്റീവ് വാല്യൂസ് എടുക്കുന്നില്ല. സോ we get x square plus 1. ഓക്കെ, ന്റെ വാല്യൂ x square plus 1 ആയിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്തിരുന്നത്, നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക ചെയ്തിരുന്നത്. സോ R1 കിട്ടാൻ R2 ഷിഫ്റ്റ് ചെയ്യും, R2 ഉള്ളത് R ഷിഫ്റ്റ് ചെയ്യും. സോ ഹിയർ ഷിഫ്റ്റിംഗ് ഹിയർ, ദാറ്റ് x square plus 1 x. ഓക്കെ, ആറിന്റെ അവിടെ നമ്മൾ വാക്കന്റ് ആയിടും, ആറും ക്വോഷ്യന്റ് വാക്കന്റ് ആയിടും. ദെൻ T1 അവിടെ T2 വരും, T2 അവിടെ T എന്ന് വരും. ഓക്കെ, സോ സിമിലർലി നമുക്ക് ഈ രണ്ട് വാല്യൂസും കിട്ടി, അതുപോലെ തന്നെ T1 T2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും ഡിവൈഡ് ചെയ്യണം. x square plus 1 divide by x. ഓക്കെ, സോ x square plus 1 divide by x എന്ന് ചെയ്യുമ്പോൾ x square by x എത്ര പ്രാവശ്യം പോകും, x പോകും. സോ x into x is x square. So x square 0 ആയി പോകും. So we get 1. So the quotient is x and the remainder is 1. So quotient നമ്മൾ ഇവിടെ x ഇട്ടു, remainder is 1 here. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വാല്യൂ കാണുള്ളൂ, ന്റെ വാല്യൂ കറസ്പോണ്ടിങ്, ദാറ്റ് ഈസ് T1, T is equal to T1 minus Q T2. So here T1 എന്ന് പറയുമ്പോൾ it will be 1 minus Q into T2, x into x square plus 1. So x into x square plus 1 is 1 minus x into x square plus 1. So we get 1 minus x cube plus x. Okay, x cube plus x കിട്ടും. സോ 1 മൈനസ് എന്നുള്ളതൊന്നും നമുക്ക് നെഗറ്റീവ് വാല്യൂസ് എടുക്കുന്നില്ല. സോ എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1 എടുക്കാം. ഓക്കെ, പിന്നെ പവേഴ്സിന്റെ ടേമിൽ എടുക്കുകയാണെങ്കിൽ
minus x cube plus x plus 1 പകരം x cube plus x plus 1 എടുത്തു. So we get the value of t. Then third step plus similar case തന്നെ നമ്മൾ എന്ത് ചെയ്യണം? Shift diagonal values എഴുതുക. So x here, 1 here, ഇവിടെ x square plus 1, ഇവിടെ x. Okay, ഇത് ഇങ്ങോട്ട് വരണം. That is x cube plus x plus 1. Okay. ഇനി നമുക്ക് എന്ത് ചെയ്യാം? R1 divided by R2 ചെയ്യാം. So x divided by 1. X divided by 1 ചെയ്താൽ x is the quotient and the remainder is 0. Okay, ഇവിടെ ഉള്ളത് എഴുതിയിട്ടുണ്ട്. ഈ ഒരു വാല്യൂ കിട്ടണം. ഈ വാല്യൂ കിട്ടണമെങ്കിൽ that is t1 minus q into t2. So t1 is x square plus 1. Okay, x square plus 1 minus q, that is x into t2. So ഇവിടെ x cube ആണ്. Okay, x into, sorry, this is not x square, x cube ആണ്. So x into x cube is x raised to 4 plus x cube, sorry, x raised to 4 plus x square plus x ആകട്ടെ. X square ഇവിടെ x square will remove. So x raised to 4 plus x plus 1 കിട്ടും. Okay, t ന്റെ വാല്യൂ. ഇനി നെക്സ്റ്റ് വീണ്ടും നമ്മൾ ഡയഗണൽസ് എഴുതുന്നു. സോ R1ന്റെ വരെ R2 1 വാല്യൂ 0 ഹിയർ, x square x cube, okay, the x cube ആണ്, x cube plus x plus 1 here, x raised to 4 plus x plus 1 here എടുത്തു. ഇനി നമുക്ക് R1 divided by R2 നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ വി സ്റ്റോപ്പ് ഹിയർ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എടുക്കണമെങ്കിൽ t1ന്റെ വാല്യൂ ആണ് എടുക്കുന്നത്. ഈ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന t1ന്റെ വാല്യൂ is this is x cube plus x plus 1 ആണ്. So t1 value, okay, so the modulus multiplicative inverse പറയുമ്പോൾ modulus x square plus modulo ഇതിന്റെ multiplicative inverse പറയുമ്പോൾ this is t1, that is x cube plus x plus 1. Okay, അങ്ങനെ multiplicative inverse കിട്ടി. ഇനി നമുക്ക് multiplicative inverse സെയിം ആണോ നോക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടണം. that is bt mod n കൊടുക്കുക. b എന്ന് പറയുമ്പോൾ a divided by b the b, that is x square plus 1. This is b. So x square plus 1 into t. Okay, t value x raised to 4 plus x plus 1. Okay, t1 value x cube plus x plus 1. അതാണ് നമ്മൾ ലാസ്റ്റ് വാല്യൂ പ്ലസ് മോഡ് x raised to 4. Okay, നമുക്ക് a വാല്യൂ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും. മോഡുലസ് ദിസ് വാല്യൂ, മോഡുലസ് എടുക്കുമ്പോൾ the remainder will be 1. Okay, റിമൈൻഡർ 1 ആയിരിക്കും. സോ this is correct. So ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണുക. ഇൻവേഴ്സ് കാണാനുള്ള നമ്മൾ പഠിച്ചത്. സോ t1ന്റെ വാല്യൂ ആയിരിക്കും ഇൻവേഴ്സ്. സോ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഇന്റീജേഴ്സ് കാണുന്നത്, അതുപോലെ തന്നെയാണ് പോളിനോമിയലും കാണുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെക്ഷൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.